ഗൈസ്, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഡൽഹി ജമാ മസ്ജിദിന്റെ അകത്താണ് കേട്ടോ. അകത്തുനിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൈം ഈസ് ഏകദേശം വൈകിട്ടായി. നമ്മൾ ഇത് ക്രോസ് ചെയ്തിട്ടാണ് ജമാ മസ്ജിദ് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് എന്തൊരു വ്യൂ ആണെന്ന് അറിയോ ഗൈസ് നമുക്കിവിടെ കിട്ടണേ. സോ നമ്മളിവിടെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ബിക്കോസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 6 മണി ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. സോ ഇപ്പൊ ഇവിടെ നല്ല വെയിലുണ്ട്. ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഇത് കിട്ടും. സോ നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒരു വ്യൂ എന്ന് പറയുന്നത് കിടിലനാണ് ഗൈസ്. നല്ല തിരക്കാണ് കേട്ടോ. നമ്മളിത് ക്രോസ് ചെയ്ത് പോകുമ്പോൾ അത്രയും തിരക്കുണ്ടായിരുന്നില്ല. വൈകിട്ടായതുകൊണ്ടാണ് തോന്നുന്നത്. നല്ല തിരക്കുണ്ട്. സ്ത്രീകൾക്കും എല്ലാവർക്കും കയറാട്ടോ ഇതിനകത്ത്. എല്ലാ റിലീജിയസിലുള്ള ആൾക്കാരും ഉണ്ട്. എന്റെ പൊന്നോ കിടിലനാണ്. നോക്കിയേ, വൈകിട്ടത്തെ ഒരു തിരക്കാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്ന് പറയുമ്പം ഇതിന്റെ ഒരു ആർക്കിടെക്ചറിങ് രീതി എന്ന് പറയുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ താജ്മഹലിന്റെ ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഇംഗ്ലീഷുകാർക്ക് ഇവിടുന്ന് എന്തോ കോസ്റ്റ്യൂം കൊടുത്തിട്ട് ഇവര് കയറി വരുന്നതാണ്. അയ്യോ, ഇതെന്താ അതൊക്കെ ഇടിപ്പിക്കുന്നാവോ അല്ലേ? ഈ ഡ്രസ്സ് ഇവിടുന്ന് കൊടുത്താണ് തോന്നുന്നുണ്ട് കേട്ടോ ഇവർക്ക്. പച്ചാടാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെരുപ്പ് കയറ്റാൻ പാടില്ല. ചെരുപ്പ് അകത്ത് വെച്ചിട്ടൊക്കെ തന്നെ വരണം. പിന്നെ പോനോ കിടിലൻ 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 ഗൈസ്. അത്രയും കിട്ടില്ല. 2 ഗേറ്റ് ഉണ്ട് ഇതിന്. ഒന്ന് ആ കാണുന്നത്, ഒന്നെന്ന് പറയുന്നത് ഇതാണ് എൻട്രൻസ് ഗേറ്റ്. ഇത് ഗേറ്റ് നമ്പർ 2. ഇത് നേരിട്ട് ജമാ മസ്ജിദ് സ്ട്രീറ്റിൽ പോണ ഗേറ്റ് ആണ് കേട്ടോ. ഇത് പറയുന്നത് എൻട്രൻസ് ഗേറ്റ്. ഇതിലാണ് നമ്മൾ വന്നത്. ചെരുപ്പൊക്കെ ഔട്ട്സൈഡ് വെക്കണം. ആൻഡ് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത്. നിസ്കാരമൊക്കെ അകത്ത് തന്നെയാണ് തോന്നുന്നുണ്ടേ. അത് നമുക്കിവിടെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. നല്ല കൂളിംഗ് ആണ് കേട്ടോ ഇതിന്റെ അകത്ത്. സോ നമുക്ക് ഈ കാണുന്ന വെയിലുള്ള ഭാഗമില്ല, അവിടെ മാത്രം റെസ്റ്റ് ചെയ്യാൻ പറ്റണുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ കാല് ചെരുപ്പിടാത്തോണ്ട് കാല് തൊടുമ്പോഴത്തേക്ക് നല്ല തണുപ്പാണ് കിട്ടണേ. നിങ്ങൾ ഡൽഹി വരികയാണെന്നുണ്ടെങ്കിൽ ജമാ മസ്ജിദ് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നല്ല കിടിലൻ പ്ലേസ് ആണ്. മസ്റ്റ് ആയിട്ട് വരിക. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. അതേപോലെ തന്നെ കുറെ ഷോപ്പിംഗ് സിറ്റി ഉണ്ട് ബിഹൈൻഡ് ഓഫ് ദീസ് മസ്ജിദ്. ആൻഡ് നല്ല കിടിലനാണ്. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ജമാ മസ്ജിദ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം കേട്ടോ. അങ്ങനെയും വരാം. പിന്നെ എന്താ, സോ ഈസി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഡൽഹി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം ഗൈസ്. അത്രയും കിടിലനായിട്ടുള്ള സ്ഥലമാണ്. വന്നില്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും. അത്ര അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ടായിട്ട് വന്നതല്ല, നമ്മള് ജമാ മസ്ജിദ് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് കയറി നോക്കിയപ്പോഴാണ് ഇതിന്റെ വ്യൂ കാണുന്നത് കേട്ടോ. ശരിക്കും നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് വരണം. വൈകിട്ട് ഒരു 3:30-4 മണിക്ക് ശേഷം അപ്പൊ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൊടും തണുപ്പെന്നുള്ള ഒരു ആശ്വാസം കിട്ടും. അത്രയും കറക്റ്റ് ആ ഒരു വെയിലാണ് കേട്ടോ. ഈ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അത്രയും ആൾക്കാർ വരണേ. കാരണം ഇവിടെ അത്രയും കൊടും തണുപ്പായതുകൊണ്ട് ഈ വെയിൽ കൊള്ളുമ്പോൾ കിട്ടുന്ന ആ ഒരു ആശ്വാസം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് അടിപൊളിയായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് ഗൈസ്. സോ നിങ്ങളിവിടെ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. ഡൽഹി വന്നു കഴിഞ്ഞാൽ നോ ഫീ. പിന്നെ എന്തോ ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഫീസൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ ബുള്ളറ്റ് ചാർജ് പോലെ. അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ശരിക്കും ഇവിടെ തന്നെ ഉണ്ട് അടിപൊളി വ്യൂസ് നമുക്ക് കിട്ടും. സോ നിങ്ങൾ ഡൽഹി വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യുക. ആൻഡ് അപ്പൊ അത്രയേ ഉള്ളൂ. വരികയാണെന്നുണ്ടെങ്കിൽ ജമാ മസ്ജിദ് എക്സ്പ്ലോർ ചെയ്യുക. താങ്ക് യു.